ഹായ് ഗൈസ്, ഇന്ന് നല്ലൊരു വീക്കെൻഡാണ്. അപ്പോൾ മറ്റുള്ള വീക്കെൻഡുകളെ പോലെ ഈ വീക്കെൻഡിൽ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലായിരുന്നതുകൊണ്ട് ഈ വീക്കെൻഡിൽ നമുക്കൊരു പോയി ബിരിയാണി കഴിക്കാം. ഒരു ചിക്കൻ ബിരിയാണി. അതായത് നമ്മുടെ മാൾട്ടയിൽ ഇവിടെ ഒരു സ്ഥലത്ത് മാഴ്സ പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു കേരളത്തിൽ നിന്ന് വന്ന കുറച്ച് ചേട്ടന്മാർ കൂടിയിട്ട് ഒരു ബിരിയാണി കട നടത്തുന്നുണ്ട്. ബിരിയാണി മാത്രമല്ല, അവിടെ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരുപാട് ഡിഷസ് കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊരു ബിരിയാണി കഴിച്ചേക്കാം എന്ന് വെച്ചു. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്നത് പറയുമ്പോഴത്തേനും മൊത്തത്തിൽ ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. മൊത്തത്തിൽ നല്ല മഴയാണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ ദ്വീപാണല്ലോ കടലിൽ നടുക്കുള്ളത്. ഓട്ടോമാറ്റിക്കലി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അത് കാറ്റും തണുപ്പും എല്ലാം കൂടെ കൂടിയിട്ട്. അത് മാത്രമല്ല, ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല രാവിലെ. സാധാരണ വീക്കെൻഡ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇവിടെയുള്ള ആളുകളെല്ലാം രാവിലെ തന്നെ പുറത്തേക്ക് പാർട്ടി, റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരാണ്. പക്ഷേ ഈ ഒരു വീക്കെൻഡിൽ പ്രത്യേകിച്ചും വിൻ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീടിനകത്ത് ഇങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞ് എണീക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ ആ ഒരു ഇവിടെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത്, അതായത് ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ പോകണമല്ലോ. അപ്പോൾ ഈ ബസ് പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ്. മൊത്തത്തിൽ ഫുള്ളൊരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് നമുക്ക് താഴെ. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കാണുന്ന മുഴുവനും ഒരു ഗ്രീനറിയാണ്. നമ്മളിപ്പോൾ ഇതേ റോഡ്, അതായത് മെയിൻ റോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ മെയിൻ റോഡിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോഴത്തേനും വളരെ കൃത്യമായിട്ട് റോഡ് നിയമങ്ങളൊക്കെ പാലിക്കുന്ന ഡ്രൈവേഴ്സാണ് അവിടെ മുഴുവൻ. സീബ്രയിലേക്കൊക്കെ നമ്മൾ കാല് വെച്ചാൽ സ്പോട്ട് ചവിട്ടി തരുന്ന ആൾക്കാരാണ്. അത്രയും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നവരാണ് ഇവിടെ മുഴുവൻ. എന്നിട്ടും ആക്സിഡൻസ് ഉണ്ട്, എന്നാലും ഭയങ്കര കൗണ്ട് കുറവാണ് നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇത് ഇങ്ങനെ ഓരോ ബസ്സുകളും വരുമ്പോഴത്തേനും നമ്മുടെ ആവശ്യമുള്ള ബസ്, അതായത് ഓരോ ബസ്സിനും ഒരു നമ്പറുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിന് ഓരോ നമ്പറുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ഈ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ബോർഡുണ്ട്, അതിനകത്ത് നമുക്ക് നമ്പർ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ ഏതാണോ നമ്പർ, നമ്മുടെ ബസ്സിൻ്റെ നമ്പർ ഏതാണോ ആ ബസ് വരുമ്പോഴത്തേനും നേരെ നമ്മൾ കൈ കാണിക്കുക. അപ്പം തന്നെ അവർ ആ ഒരു ബസ് അവിടെ ചവിട്ടി തരും. നമ്മൾ നേരെ അതിനകത്ത് കയറുക. നമ്മൾ എവിടെയാണോ എത്തേണ്ട സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ എവിടെ എത്തി എന്നൊക്കെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ തന്നെ ബസ്സിൽ നോട്ടിഫൈ ചെയ്യും. അതിനകത്തൊരു ഡിസ്പ്ലേ ഉണ്ട്, അത് നോട്ടിഫൈ ചെയ്യും. നമ്മൾ ഈ നേരെ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേനും കാണുന്നതെന്ന് പറയുമ്പോഴത്തേനും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ബസ് സ്റ്റോപ്പാണ്. ഇതിനകത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സീറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ കുറച്ച് ഗ്യാപ്പ് നമുക്ക് കാണാം. അതായത് നമ്മൾ മഴയും നല്ലതായിട്ടൊരു കാലാവസ്ഥയൊക്കെ വരുമ്പോഴത്തേനും അതിനുള്ളിലേക്ക് നമ്മൾ കയറുന്ന കുറച്ച് നമുക്ക് നനയാതൊക്കെ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ കാറ്റൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് അവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോഴത്തേനും രാവിലെ ഒരു കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നൊരു സമയമാണ്. സൂര്യനൊക്കെ പെയ്യെ ഇങ്ങനെ കാർമേഘത്തിനകത്തൂടെ ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ വരുന്നൊരു സമയമാണ്. നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളിങ്ങനെ കറുത്ത മേഘങ്ങൾ ഇങ്ങനെ ആകാശം മുഴുവൻ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ബസ് ഉടൻ തന്നെ ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ബസ്സിലേക്ക് നമ്മൾ കയറുമ്പോൾ മൊത്തത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീറ്റുകൾ നല്ല വൃത്തിയാണ്. അതായത് ഇവിടുത്തെ ഓരോ ബസ്സുകളും ഞാനിപ്പോൾ നേരെ പോകുമ്പോഴത്തേനും അതെങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാഷ് ചെയ്യുന്ന ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മളീ പോകുന്നത് ഒരുപാട് വഴികളും ഒരുപാട് സ്ട്രീറ്റുകളും ഒക്കെ കടന്നാണ് നമ്മളീ പോകുന്നത്. ഞാൻ ഈ ഒരു കയറിയ ബസ്സിൽ എന്ന് പറയുമ്പോഴത്തേനും ഞാനിവിടെ കൂട്ടിയിട്ട് മൊത്തത്തിൽ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഒരു വീക്കെൻഡിൽ പൊതുവേ നല്ല ആൾ വരുന്നതാണ് ഈ ഒരു ഏരിയയിലെല്ലാം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് രാവിലെ. അപ്പോൾ ആ ഒരു എണീറ്റ് വരാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആണ് ഇവിടെ പൊതുവേ ഈ വിൻ്റർ ടൈമിൽ നല്ല ആളുകൾ കുറവായിരിക്കും, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഏരിയയാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. മാൾട്ടയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നിങ്ങളീ കാണുന്നത്. ഇതിൻ്റെ പേരാണ് മാറ്റർഡേ എന്ന് പറയും. മാറ്റർഡേ ഹോസ്പിറ്റലിൽ ഒരുപാട് മലയാളി നേഴ്സുമാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരൊക്കെ മലയാളീസ് തന്നെ ഇൻക്ലൂഡ് ആവുന്ന ഒരു ഹോസ്പിറ്റലാണത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു അടുത്ത ബസ് പിടിച്ച്. കാര്യം നമ്മൾ അവിടെ വന്നിട്ട് ടേണിംഗ് ആണ്. അവിടെ നമ്മൾ അടുത്ത ബസ്സിൽ കയറി പോകണം. അപ്പോൾ ഞാൻ അടുത്ത ബസ്സിൽ ഇങ്ങനെ പോവുകയാണ്. മൊത്തത്തിൽ വിൻ്റർ ടൈമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രണ്ടാമത് കയറിയ ബസ്സിൽ പോലും അതുകൊണ്ട് തന്നെ തീരെ ആളുകളില്ല. അങ്ങനെ ഞാൻ നേരെ കുറച്ച് നേരം കുറച്ചൊരു എന്താ പറയുക, ഒരു 15 മിനിറ്റത്തെ ഒരു ട്രാവലേ ഉള്ളായിരുന്നുള്ളൂ അവിടെ നിന്ന്. ഈ കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മലയാളീസ് നടത്തുന്ന ഒരു കടയാണ് ഇവിടുത്തെ മാൾട്ടയിൽ. ഇവിടെയാണ് നമുക്ക് നല്ല ഒന്നാം തരം ബിരിയാണി കിട്ടിയത്. നേരൊരു ബിരിയാണി ഓർഡർ ചെയ്തു. ഈ ഒരു ബിരിയാണിക്ക് 5 യൂറോയാണ് അവർ വാങ്ങിക്കുന്നത്. അതായത് 5 യൂറോ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 450 രൂപയൊക്കെ വരും. ഇതിനകത്ത് തന്നെ നല്ലൊരു ഫുഡാണ്. പക്ഷേ നമ്മളെന്താ പറയുക, നാട്ടിലൊക്കെ കിട്ടുന്നത് പോലെ അത്രയും വൈബ്രൻ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ വന്നത്. പക്ഷേ കൊള്ളാം, നല്ലൊരു ഫുഡാണ് എനിക്ക് കിട്ടിയത്. ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് സാലഡ് വരുന്നുണ്ട്. പക്ഷേ മുട്ട വരുന്നില്ല, പക്ഷേ സാലഡ് വരുന്നുണ്ട്. കാര്യം നമ്മുടെ ആ നാട്ടിൽ കിട്ടുന്ന അതേ രീതിയിലല്ലെങ്കിൽ പോലും വളരെ നല്ല രീതിക്കാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് നമുക്ക് കഴിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും. ഇവരിൽ പലരും നമ്മുടെ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതായത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരൊക്കെ മെയിനായിട്ട് കഴിക്കാനായിട്ട് എത്തുന്ന ഒരു മലയാളി ഷോപ്പാണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെ വളരെ ആക്രാന്തത്തോടു കൂടി തന്നെ ഞാൻ ആ ചിക്കൻ ബിരിയാണി മുഴുവൻ വയറ്റിലാക്കി. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഗ്രേവി, നല്ലൊരു ചിക്കൻ പീസ്, അത് മാത്രമല്ല നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന റൈസ്,
കൊള്ളാം. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിക്കൻ ബിരിയാണിയായിട്ട് ഞാൻ ഇവിടുന്ന് കഴിച്ചത്. വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ പെയ്യെ കഴിച്ച് വളരെ ആക്രാന്തം തീർത്ത് പെയ്യെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാനൊരു ചായയും കൂടെ വാങ്ങിച്ചു. ഈ ചായക്ക് 70 സെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ചായയും വാങ്ങിച്ച് ഞാനിങ്ങനെ വെളിയിലേക്ക് നടക്കുകയാണ്. 70 സെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലൊരു 30-40 അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പെയ്യെ നമ്മുടെ അതായത് നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മുടെ ആ ഒരു സ്ട്രീറ്റ് ഫുഡിനോട് വിട പറഞ്ഞ്, അല്ലെങ്കിൽ എന്താ പറയുക, മലയാളി ഷോപ്പിനോടൊക്കെ വിട പറഞ്ഞ് ഇങ്ങനെ പെയ്യെ തിരിച്ച് നടക്കുകയാണ്. ഞാനിങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടതെന്ന് പറയുമ്പോഴത്തേനും അടുത്ത ബസ് പിടിക്കാനാണ്. കാര്യം ഇവിടുന്ന് നേരെ അടുത്ത ബസ് പിടിച്ചിട്ട് വേണം നമുക്കിനി തിരിച്ചു പോകണം. നമുക്കിനി ഈ ഒരു വീക്കെൻഡിലെ പരിപാടികൾ നമ്മുടെ അവസാനിച്ചു. അപ്പോൾ നമ്മളിനി തിരിച്ചു പോകുക എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെയുള്ള മറ്റുള്ള കുറച്ച് കാഴ്ചകളാണ്. നമ്മൾ മുമ്പേ കണ്ട ബസ് സ്റ്റോപ്പിൽ നിന്നും ഇച്ചിരി മാറിയിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ കാണുന്നത്. കാര്യം ഇവിടെ നമ്മുടെ മുമ്പേ കണ്ടെന്ന് ഇൻഡിവിജ്വൽ ബസ് സ്റ്റോപ്സാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഒരു ബസ് ടെർമിനലാണ്. എല്ലാവരും വരുന്ന, ഒരുപാട് ആളുകൾ വരുന്ന, ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ബസ്സുകളെല്ലാം തന്നെ വളരെ പ്രോപ്പറായിട്ട് ഈ കൂളിംഗ് ഫിലിം എല്ലാം ഒട്ടിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് നല്ലൊരു ചൂടുള്ള കാലാവസ്ഥ വെളിയിലുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിക്കകത്ത് AC എല്ലാ ബസ്സിലും എയർ കണ്ടീഷനുണ്ട്. വളരെ നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ബസ്സസാണ് ഇവിടെ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞ ആ ഒരു ബസ് വാഷ് ചെയ്യുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ടുള്ള അടുത്തൊരു ബസ് ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബസ്സിൽ മുമ്പേ ആ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ആളുകൾ കുറവാണ്. ഈ ഒരു ബസ്സിൽ ഞാനും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞ സന്തോഷത്തിൽ ഞാനിങ്ങനെ ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ചു പോകുമ്പോഴും നമ്മൾ ആ ഒരു മഴയുടെ ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ കുറച്ചും കൂടെ ഒന്ന് മഴ പെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡെല്ലാം ഭയങ്കരമായിട്ട് വെറ്റായിട്ട് കിടക്കുകയാണ്. മാൾട്ടയിലെ ഒരു കാര്യം പറയുമ്പോഴത്തേനും നമ്മുടെ ഈ മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം. വേനൽ ചൂടിനകത്ത് നമുക്ക് ഒന്ന് പോലും ഇവിടെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല. ഒരു ചെടി പോലും വളർത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴക്കാലം ആകുമ്പോഴത്തേനും എല്ലാ ഫാർമേഴ്സും അവരവരുടെ ഫീൽഡ് കാണും. ആ ഒരു ഫീൽഡിലെല്ലാം നന്നായിട്ട് കൃഷി ചെയ്യുന്നൊരു സമയമാണ് ഈ ഒരു മഴക്കാലം, ഈ ഒരു വിൻ്റർ ടൈം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് ഒരുപാട് ചെടികൾ ഇങ്ങനെ മുളച്ച് വരുന്നതൊക്കെ കാണാം. പക്ഷേ ചൂടാകുമ്പോൾ ഇതെല്ലാം കരിഞ്ഞു പോകും. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ. കുറച്ച് ദൂരം കൂടെ മാറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബസ്സിൽ കുറച്ച് ആളുകളും കൂടെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അടുത്തൊരു ബസ് സ്റ്റോപ്പിലേക്ക്, നമുക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് മറ്റൊരു ബസ്സും കൂടെ പിടിക്കണം വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ അങ്ങിരുന്നു. അങ്ങനെ ഞാൻ പോയി നമ്മൾ ആദ്യം കണ്ട ആ ഒരു മാറ്റഡേ ഹോസ്പിറ്റലുണ്ടല്ലോ, അവിടെ തന്നെ വീണ്ടും എത്തി. കാര്യം ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് വേണം എനിക്ക് നമ്മുടെ ഒരു ഡീവിയേഷൻ എടുത്തിട്ട് നമ്മുടെ വീടിന് അങ്ങോട്ട് പോകാൻ. അങ്ങനെ ബസ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ട് മഴ പെയ്യുകയാണ് ഈ വെളിയിൽ. ഒരു രക്ഷയില്ല. എല്ലാവരും ബസ് സ്റ്റോപ്പിൽ ഞാൻ ആ പറഞ്ഞ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലേക്ക് നിൽക്കുകയാണ്. അതേപോലെ മഴ. അങ്ങനെ നമ്മൾ വീട്ടിനങ്ങോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ആദ്യം ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചൊരു സ്ഥലമുണ്ടല്ലോ, അത് തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് ഇങ്ങനെ പെയ്യെ നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷമാവണമെങ്കിൽ, നമുക്ക് ചെറിയ ഹാപ്പിനെസ് ഒക്കെ കിട്ടണമെങ്കിൽ വലിയ ബെൻസ് കാറിലൊന്നും പോയി വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കയറി അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ചെറിയ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുക. ചെറിയ ഇങ്ങനെയുള്ള വീക്കെൻഡിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. വളരെ അടിപൊളിയായിട്ട് ലൈഫ് ജീവിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.